നമസ്തേ. അതെ, ഇന്ത്യ സാംസ്കാരികമായി ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു മതേതര രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നത്. ഹിന്ദു ജനസംഖ്യ ഇപ്പോഴുള്ള 80% എന്നത് ഒരു 70% ആകട്ടെ. അപ്പോൾ കാണാം ഇപ്പോൾ മതേതരത്വം തള്ളിമറിക്കുന്നവന്റെയൊക്കെ യഥാർത്ഥ മുഖം. ജനാധിപത്യം എന്നതൊക്കെ പിന്നെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം 1951 9.8% 2011 14.2% ഉയർന്നു. 2030 അത് 18-20% ആകുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഭൂരിപക്ഷ ജനതയ്ക്ക് ഇല്ലാത്ത ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ കിട്ടി ജീവിക്കുന്നവർക്ക് ഭൂരിപക്ഷമാകട്ടെ. അപ്പോൾ കാണാം ഇവിടുത്തെ അന്നത്തെ ന്യൂനപക്ഷങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരുന്നത്. ഈജിപ്ത്, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഒരു കാലത്ത് ഇന്ത്യയെ പോലെ തന്നെ വലിയ മതേതര രാജ്യങ്ങളായിരുന്നു. ഭൂരിപക്ഷ ക്രിസ്ത്യൻ ജനത ക്വാളിറ്റി ജീവിതം നയിച്ച ആളുകൾക്കിടയിൽ പെറ്റുപെരുകി ഒരു വിഭാഗം അവിടുത്തെ ഡെമോഗ്രഫി മാറ്റിമറിച്ചു. അവസാനം മതേതരത്വം പറഞ്ഞിരുന്നവർ ന്യൂനപക്ഷമാവുകയും സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വരികയും ചെയ്തു എന്നത് ചരിത്രം. IPL ഫൈനലിന്റെ ഇടവേളയിൽ എപ്പോഴോ ശിവതാണ്ഡവം ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. അതുകണ്ട് കുരുപൊട്ടി ഒലിക്കുകയാണ് ഇവിടെ പലർക്കും. ഭക്ഷണത്തിൽ മതം, വസ്ത്രത്തിൽ മതം, സംസാരത്തിൽ മതം എന്ന് തുടങ്ങി ദിവസവും 5 നേരം മതം പുഴുങ്ങി ജീവിക്കുന്നവരാണ് ഇപ്പോൾ IPL ശിവതാണ്ഡവം ഡ്രോൺ ഷോ കണ്ട് കുരുപൊട്ടി മൂങ്ങുന്നത്. പോകിനട കോമാളികളെ, ഇന്ത്യൻ ഭരണഘടനയിൽ വരെ ശ്രീരാമനും ശ്രീദേയും ഒക്കെയുണ്ട്. ഇത് ഈ നാടിന്റെ സംസ്കാരമാണ്. മതപരമായി മാത്രമേ ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെയുള്ളൂ. സാംസ്കാരികമായി എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കൾ തന്നെയാണ്. അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഈ രാജ്യത്ത് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ കഴിയൂ. രസകരമായ കാര്യം, 1947 വണ്ടി മിസ്സായവർക്ക് ഇപ്പോഴും അങ്ങോട്ട് പോകേണ്ട. ഇന്ത്യയുടെ എല്ലാ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പൗരാവകാശവും ഒക്കെ വേണം. അതേസമയം ഇന്ത്യൻ സംസ്കാരം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുമില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഊർജം പകരുന്ന ദേശീയ ഗീതമായ വന്ദേമാതരം പോലും അവർക്ക് പറ്റുന്നില്ല എന്നോർക്കണം. വന്ദേമാതരം മുഴുവൻ ആലപിക്കാത്തത് നേട്ടമാണെന്ന് പറയുന്ന റിയാസുമാറാണ് മതേതരത്വം പറഞ്ഞ് നടക്കുന്നത്. നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഇരവാദം പറഞ്ഞ് മോങ്ങുന്നതിൽ സന്തോഷം മാത്രമാണുള്ളത്. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവർക്കറിയാം സാംസ്കാരികമായി ആക്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ മോങ്ങൽ തുടരട്ടെ.